ഇന്ന് ഞാനിവിടെ ഗോതമ്പ് പൊടി കൊണ്ട് നല്ലൊരു പലഹാരമാണ് തയ്യാറാക്കുന്നത്. ഗോതമ്പ് ഇഷ്ടപ്പെടാത്തവർക്കും ഗോതമ്പ് കഴിക്കാത്തവർക്കൊക്കെ ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. കാരണം ഇത് മധുരമൊക്കെ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. നാട്ടിൽ കിട്ടും. നാട്ടിൽ ബോളി എന്ന് പറയുന്ന സാധനം. പക്ഷേ അത് മൈദ കൊണ്ട് മാത്രമാണ് അതുണ്ടാക്കുന്നത്. മൈദയും പഞ്ചസാരയും. പക്ഷേ അതൊന്നുമല്ല ഇത് ഗോതമ്പും പഞ്ചസാരയുടെ സ്ഥലത്ത് ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ കടലപ്പരിപ്പ് ഞാനൊന്ന് 1 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. കുതിർത്തെടുത്തതിന് ശേഷം ഇതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം നല്ലതുവേണം. ഇതിലേക്ക് മഞ്ഞൾ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വേവിച്ച് കൊടുക്കണം. മഞ്ഞളിനോടൊപ്പം തന്നെ ഞാൻ അല്പം എണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് 3-4 വിസിൽ വരെ ഒന്നടിക്കുന്നവരെ ഇതൊന്ന് വേവിക്കണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കണം. എൻ്റെ ഇതുപോലെ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് പിന്നെയും വരുന്നതായിരിക്കും. ഞാനിവിടെ ഈ കടലപ്പരിപ്പൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് വെള്ളം ഒന്ന് ഊറ്റി കളയണം. അതിനായിട്ട് നമുക്ക് ഞാനിവിടെ ഇതുപോലുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ഊറി കഴിഞ്ഞ് അപ്പോഴത്തേക്ക് നമുക്ക് പൊടി ഒഴിച്ച് വെക്കണം. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയും അതിലേക്ക് 1 കപ്പ് മൈദാപ്പൊടിയും കൂടെയാണ് ചേർത്തത്. അതിനോടൊപ്പം തന്നെ ഉപ്പ് ചേർത്തു, മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഇനി ഇത് നല്ലവണ്ണം കുഴച്ചെടുക്കണം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ അത്രയും സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം. നമ്മൾ ഇത് കുഴച്ചെടുക്കുന്നതിലാണ് അതിൻ്റെ സോഫ്റ്റ്നെസ് വരുന്നത്. നമ്മളതുകൊണ്ട് കുറേശ്ശെ വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്ത് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. നമ്മൾ എല്ലാവർക്കും അറിയാമല്ലോ, ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ തന്നെ ആണ് ഇത് കുഴയ്ക്കുന്നത്. ഇത് മഹാരാഷ്ട്രക്കാരുടെ സ്പെഷ്യൽ ഒരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് ഒരു ഹോളി ടൈമിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കുക. ഞാനിവിടെ ആട്ടയൊക്കെ ഒന്ന് കുഴച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അല്പം മാത്രം എണ്ണ ഒഴിച്ച് കൊടുത്ത് അത് വീണ്ടും ഒന്ന് നല്ലവണ്ണം സോഫ്റ്റ് ആക്കി എടുക്കണം. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ഇനി നമുക്ക് അതിൻ്റെ കടലപ്പരിപ്പിൻ്റെ കൂട്ട് തയ്യാറാക്കാം. ഇത് ഞാൻ ഡയറക്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. അതാണ് എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ചേർത്താൽ കുറച്ച് സമയം എടുക്കും അതൊന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടി. അതിനോടൊപ്പം തന്നെ കുറച്ച് ശർക്കര കൂടെ ചേർത്ത് കൊടുത്തു. ഞാൻ ഗോതമ്പ് പൊടി എടുത്ത അതേ കപ്പിൽ തന്നെയാണ് എടുത്തത്. ഗോതമ്പ് പൊടി 2 കപ്പും പിന്നെ മൈദ 1 കപ്പും, അങ്ങനെ 3 കപ്പാണ് എടുത്തത്. ഇത് ശർക്കര ഞാനിവിടെ 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മധുരത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. മധുരം കുറവ് വേണ്ടവർക്ക് അതിനനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി. ഇത് ഞാൻ ഇതുപോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് സമയം എടുത്ത് 10 മിനിറ്റോളം എടുത്തതൊന്ന് ഉടഞ്ഞ് കിട്ടാനായിട്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ഏലക്ക കൂടെ ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ജാതിക്ക കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇളക്കണം. പിന്നെ നമുക്ക് മധുരം ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. പിന്നെ നാട്ടിലെല്ലാവരും ബോളിയൊക്കെ ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് ഉണ്ടാക്കാൻ അറിയാവുന്നവർ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. നമ്മൾ ഓൾറെഡി ഗോതമ്പ് പൊടിക്കകത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തതുകൊണ്ട് ഇതിൽ വലുതായിട്ട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ചേർത്തത്. ഇനി ഇത് നമുക്കൊന്ന് തണുക്കാൻ വെക്കണം. തണുക്കാൻ വെച്ചതിന് ശേഷം ഇതിനെ ഒന്ന് തയ്യാറാക്കിയെടുക്കണം. ഇത് ആദ്യം മിക്സിയിൽ അടിച്ചെടുത്തായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, തരി ഉണ്ടാവത്തില്ലായിരുന്നു. ഞാനിത് ഇതുപോലെ ഒരു അരിപ്പയിലിട്ടതൊന്ന് ഇതിൻ്റെ തരിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ സ്റ്റീലിൻ്റെ അരിപ്പ ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പ എടുത്തത്. സ്റ്റീലിൻ്റെ അരിപ്പ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് സമയം എടുത്തത് ചെയ്യാനായിട്ട്. ഇതുപോലെ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ആട്ടയ്ക്കകത്ത് വെച്ച് ഈ പൊടിക്കകത്ത് വെച്ച് നമ്മൾ പരത്തുമ്പോൾ അത് പൊട്ടിപ്പോകാതെ തന്നെ ഇങ്ങനെ നല്ല സോഫ്റ്റായി കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നല്ലതാണ്. സ്റ്റീലിൻ്റെ അരിപ്പ ഉണ്ടെങ്കിൽ അതിലാണ് ഏറ്റവും നല്ലത്. എൻ്റെ ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പ എടുത്തത്. ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കണം. അതിനായി ഞാനിവിടെ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ആട്ട നല്ല സോഫ്റ്റായി. ഇനി അതൊന്നുകൂടി ഒന്ന് കുഴച്ചതിന് ശേഷം ഇതുപോലെ ഇനി നമ്മൾ ആലു പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഇത് ഇച്ചിരി ടഫാണ്. ചിലർക്ക് പെട്ടെന്നത് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കും പറ്റത്തില്ല. എനിക്കും ഇച്ചിരി ടഫായിട്ടാണ് അത് തോന്നുന്നത്. കാരണം അത് പൊട്ടി വരും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ ഹിന്ദിക്കാരുണ്ടാക്കുന്ന പോലെ ഒന്നും ഉണ്ടാക്കാൻ എനിക്കറിയത്തില്ല. പിന്നെ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാനിതൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്.
എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ വീട്ടിൽ തയ്യാറാക്കാറുണ്ട്. ഇങ്ങനെ ഞാനിത് ഇതിനകത്ത് വെച്ചതിന് ശേഷം ഇനി നമുക്ക് ആവശ്യത്തിന് പൊടി ചേർത്ത് വേണം ഇത് പരത്താൻ. മൈദാപ്പൊടിയാണ് ഞാൻ ചേർത്ത് പരത്തുന്നത്. മൈദാന്ന് തോന്നുന്നു എനിക്കൊന്നുകൂടെ നല്ലത്. ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇനി ഇത് പൊട്ടിപ്പോകാതെ തന്നെ അധികം ബലം കൊടുക്കാതെയൊക്കെ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. ഇതെല്ലാവരെയും കൊണ്ട് പറ്റത്തില്ല, എങ്കിലും നമ്മൾ ട്രൈ ചെയ്യുമ്പോഴല്ലേ പിന്നെ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ചിലപ്പോൾ പാളിച്ചകളുണ്ടാകും. പക്ഷേ 2-3 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കത് ശരിക്കും പ്രാക്ടീസ് ആകും. പിന്നെ നമുക്കത് ബുദ്ധിമുട്ടുണ്ടായി വരത്തില്ല. ആദ്യത്തെ 1-2 പ്രാവശ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കുഴപ്പമില്ല, നമ്മളിതുപോലെ ബലം കൊടുക്കാതെ ഇതൊന്ന് പരത്തിയെടുത്താൽ മതി. അതാകുമ്പം പൊടി ആവശ്യത്തിന് ചേർക്കുക. ഞാനിവിടെ തയ്യാറാക്കി ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തവയിലിട്ട് അല്ലെങ്കിൽ ദോശക്കല്ല് എന്താണെന്ന് വെച്ചാൽ അതിലേക്ക്, ഞാനിവിടെ തവയാണ് എടുത്തത്, അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഏറ്റവും നല്ലത് നെയ്യ് ചേർത്ത് കൊടുക്കുന്നതാണ്. എണ്ണ ചേർക്കുന്നതിനേക്കാട്ടിലും ടേസ്റ്റ് നെയ്യ് ചേർത്ത് കൊടുക്കും. ഞാനിവിടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. തിരിച്ചു മറിച്ച് വിട്ടത് നമുക്കൊന്ന് ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കണം. അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നിങ്ങളും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. മൈദയെക്കാട്ടിലും ഏറ്റവും നല്ലത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഗോതമ്പ് പൊടി കൊണ്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ പഞ്ചസാര ഉപയോഗിക്കുന്നതിനെക്കാട്ടും നല്ലത് ശർക്കര ഉപയോഗിക്കുന്നത്, അതും നല്ലതാണ്. അതുകൊണ്ട് ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. പിന്നെ ഞാനിതിവിടെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് പരത്തിയെടുക്കണം. അങ്ങനെ എല്ലാം ഇവിടെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. ഈ ഒരു രീതി ഭയങ്കര ടാസ്ക്കാണ്. ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ക്ഷമ വേണം ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട്. അല്ല ധൃതി വെച്ച് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഉദ്ദേശിച്ചതുപോലെ ഒന്നും വരത്തില്ല. പൊടി എത്രയും ചേർക്കാം അത്രയും ചേർക്കുന്നത് നല്ലതാണ്. കാരണം പൊട്ടിപ്പോകാതെ തന്നെ. ആലു പൊറോട്ട ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതുപോലെ തന്നെയാണ് പ്രശ്നം, മസാലയൊക്കെ പുറത്ത് വരാൻ. ഞാനിങ്ങനെ ഇത് രണ്ടാമത്തേതൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം തീയിലിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. 2 സൈഡും ഇതുപോലെ ഒന്ന് പൊള്ളിച്ചെടുക്കണം, ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഇവർ ഹിന്ദിക്കാർ പ്രത്യേക ഒരു കറി ഉണ്ടാക്കാറുണ്ട്. ഇത് നമ്മൾ കടലപ്പരിപ്പ് ഊറ്റിയ ആ വെള്ളം കളയാതെ തന്നെ അതിലേക്ക് ഇട്ട് ഒരു കറി ഉണ്ടാക്കാറുണ്ട്. ആംട്ടി എന്ന് പറയും. അത് പിന്നെ എന്തെങ്കിലും ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി കാണിക്കാം. ഇത് ഞാനിവിടെ എല്ലാം ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അകത്ത് ആവശ്യത്തിന് നമ്മുടെ കടലമാവിൻ്റെ കൂട്ട് ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം ശർക്കര ഭയങ്കര ടേസ്റ്റാണ്. ഏലക്കായും ജാതിക്കായും ഒക്കെ വന്നപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളിതുപോലെ കഴിച്ച് നോക്കുക. നിങ്ങൾ പോലും കഴിച്ചതുകൊണ്ട് അറിയാമായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം.